എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ആശ്വാസവചനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ആശ്വാസവചനം 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. അതിങ്ങനെയാണ്: അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും സന്തോഷിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത് ശരീരവും അവയവങ്ങളെക്കുറിച്ചാണ്. ഒറ്റ ഒരു ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ, എന്നാൽ ഓരോ അവയവങ്ങൾ കൂടുന്നതാണ് ആ ശരീരം എന്ന് താൻ അവിടെ വ്യക്തമായിട്ട് പറയുന്നു. ശ്രദ്ധിച്ചു നോക്ക്. കഴിഞ്ഞ ദിവസം എനിക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. എൻ്റെ വലത്തെ കൈയുടെ ചൂണ്ടുവിരലിന് പെട്ടെന്ന് ഒന്ന് മുറിയുവാനായിട്ട് 6 സ്റ്റിച്ച് ഇട്ടു. അപ്പോഴാണ് ഞാൻ എൻ്റെ ഇതേ സമാന്തരമായിട്ടുള്ള ഇടത്തെ കൈയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത്. മറ്റൊന്നുമല്ല, വലത്തെ കൈ ചെയ്യുന്നത് പോലെ തന്നെ ഇടത്തെ കൈക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല. അതിൻ്റെ ഇപ്പോൾ പല്ല് തേക്കുവാനോ ഞാൻ ബ്രഷ് ചെയ്യുന്നതും ഷേവ് ചെയ്യുന്നതൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് മറ്റു എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വലത്തെ കൈ കൊണ്ട് ചെയ്യുന്ന സ്പീഡ് എനിക്ക് ലഭിക്കുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ എഴുതാൻ നോക്കി, പറ്റുന്നില്ല. വളരെ പ്രയാസത്തിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇതുപോലെ തന്നെ ഒരവയവമാണെങ്കിലും ആ കരം ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ മാനത്തിന് ഉപയോഗിക്കാത്തത് കൊണ്ട് അത് ആ രീതിയിലായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയാണ് ഒരു ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുപോലെ തന്നെ നിൽക്കുമ്പോഴാണ് ആ ശരീരം ഒന്നായിട്ട് തീരുന്നത്. അങ്ങനെയെങ്കിൽ ഓരോരുത്തരും പ്രത്യേകം അതിൻ്റേതായിട്ടുള്ള പ്രവൃത്തികളുണ്ട്. 14-ാമത്തെ വാക്യം മുതൽ വ്യക്തമായിട്ടത് രേഖപ്പെടുത്തുന്നത്. സമയക്കുറവ് കൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ പറയുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കണം. ഓരോരുത്തരും പ്രത്യേക പ്രവൃത്തികൾ ചെയ്യുവാനുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഐക്യമായിട്ട് നിൽക്കുമ്പോഴാണ് ആ ശരീരം അതിൻ്റെ പ്രവൃത്തികൾ മുഴുവനായിട്ട് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു വ്യക്തി അവനൊരു കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ സഹകരിക്കുമ്പോൾ ആ കുറവുകളിൽ നിന്ന് മാറും. സുവിശേഷ വേലയാകട്ടെ, മറ്റു തര കാര്യങ്ങളാകട്ടെ, എല്ലാവരും സഹകരിച്ച് ചെയ്യുമ്പോൾ അത് വിജയമുണ്ടാകും. എന്നാൽ അവൻ മാത്രം ചെയ്യട്ടെ, ഞാൻ മാറി നിൽക്കുമെന്ന് പറഞ്ഞാൽ ആ ശരീരം പിന്നീട് ഏറ്റവും ദോഷവശങ്ങളിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകിയാൽ നാം ദൈവം തന്നിരിക്കുന്ന കൃപകൾക്കനുസരിച്ച് ഐക്യതയോടെ സ്നേഹത്തോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ക്രിസ്തു ആഗ്രഹിക്കുന്ന സകല നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരുപോലെ നിൽക്കാം, ഒരുമിച്ച് നിൽക്കാം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.